നമസ്കാരം. ശ്ലോകം 26. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനധ നാരായണ കലാശാന്ത ഭജന്തി ഘനസൂയവഃ. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനധ നാരായണ കലാശാന്ത ഭജന്തി ഘനസൂയവഃ. മുമുക്ഷവ മോക്ഷത്തിനെ ഇച്ഛിക്കുന്നവർ, ഘോരരൂപാൻ ഭൂതപതീൻ ഭയങ്കര സ്വരൂപന്മാരായ ഭൂതപതികളെ, ഹിത്വ ഉപേക്ഷിച്ചിട്ട്, അനസൂയ വ അസൂയയില്ലാത്തവരായിട്ട്, ശാന്താഹ ശാന്തകളായ, നാരായണ കലാഹ ശ്രീനാരായണൻ്റെ അംശങ്ങളെ, ഭജന്തിഹി ഭജിക്കുന്നു നിശ്ചയം. ബ്രഹ്മാവ് ശിവൻ ഇവരെയും ഓരോരുത്തർ ഭജിക്കുന്നില്ലയോ? ഉണ്ട്. പക്ഷേ ഓരോ തുച്ഛസുഖങ്ങളെ കാക്ഷിക്കുന്നവരായ ബുദ്ധിഹീനന്മാർ ഭജിക്കുന്നു. നാശരഹിതമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരാകട്ടെ ഘോരന്മാരായ ഭൂതപ്രേതങ്ങളെയും അവരുടെ നാഥന്മാരായ ശിവബ്രഹ്മാദികളെയും ഉപേക്ഷിക്കുന്നു. എന്നാൽ ആ ദേവന്മാരെയോ അവരെ ഭജിക്കുന്നവരെയോ നിന്ദിക്കുന്നില്ല. പരമശാന്തി രൂപമായ മോക്ഷത്തെ കൊടുപ്പാൻ അർഹന്മാരായ വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ഭജിക്കുന്നു. ഇതാണ് സൽസമ്പ്രദായം. ഈ വിധം ഭജിക്കുന്നവർ സത്വഗുണം അധികരിച്ചവരുമാകുന്നു. ശ്ലോകം 27. രജസ്തമ പ്രകൃതയ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദിൻ ശ്രേയൈശ്വര പ്രജേപ്സവഃ. രജസ്തമ പ്രകൃതയഃ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദിൻ ശ്രേയൈശ്വര്യ പ്രജേപ്സവഃ. രജസ്തമ പ്രകൃതയഃ രജസ് തമസ് എന്നീ ഗുണങ്ങൾ സ്വഭാവമായിട്ടുള്ള, സമശീല സമാനശീലമുള്ളവർ, ശ്രീയോടുകൂടെ, ഐശ്വര്യ പ്രജേപ്സവ ഐശ്വര്യം പ്രജ ഇവയെ ആഗ്രഹിക്കുന്നവർ, പിതൃഭൂത പ്രജേശാദിൻ പിതൃക്കൾ ഭൂതങ്ങൾ ബ്രഹ്മാവ് എന്നിവരെ, ഭജന്തി ഭജിക്കുന്നു, വൈ പ്രസിദ്ധം. എന്നാൽ ബ്രഹ്മാവാദി ദേവന്മാരെ ഭജിക്കുന്നവരില്ലയോ? ഉണ്ട്. അവരാരാണെന്ന് പറയുന്നു. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന സ്വഭാവമുള്ളവർ, രജസ്തമോ ഗുണമൂർത്തികളായ പിതൃക്കൾ ഭൂതങ്ങൾ ബ്രഹ്മാവ് എന്നിവരോട് സമാനശീലമുള്ളവരാകയാൽ സമ്പത്ത് ഐശ്വര്യം സന്താനം എന്നിവയുടെ ലാഭത്തെ ഉദ്ദേശിച്ച് ബ്രഹ്മാവാദി ദേവന്മാരെ ഭജിക്കുന്നുവെന്നത് സുപ്രസിദ്ധമാകുന്നു. ശ്ലോകം 28. വാസുദേവ പരാവേദ വാസുദേവ പരാമഘ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരാവേദ വാസുദേവ പരാമഘ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ. ശ്ലോകം 29. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപഃ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. വേദങ്ങൾ, യാഗങ്ങൾ, യോഗങ്ങൾ, കർമ്മങ്ങൾ, ജ്ഞാനശാസ്ത്രം, തപസ്, ധർമ്മശാസ്ത്രം, പരമഗതി എന്നിവയെല്ലാം വാസുദേവന്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതും വാസുദേവനെ പ്രാപിക്കുവാൻ ഉപകരിക്കുന്നതുമായ പ്രധാന മാർഗങ്ങളെയും ഉപായങ്ങളെയും ഉദ്ദേശിക്കുന്ന മുഖ്യോദ്ദേശങ്ങളോടുകൂടി ഏർപ്പെടുത്തപ്പെട്ടവയുമാകുന്നു. ശ്ലോകം 30. സയേവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയ സദസദ്രൂപയാ ചാസോ ഗണമയ്യാ ഗുണോ വിഭോ. സയേവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയ സദസദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭോ. സയേവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയ സദസദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭോ. സദസദ്രൂപയാ
കാര്യകാരണാത്മികയും ഗുണമയ്യ ഗുണരൂപയുമായ ആത്മമായയ തൻ്റെ മായകൊണ്ട് അഗുണ ഗുണങ്ങളെ കടന്നവനും വിഭു സർവവ്യാപിയുമായ അസൗയ് സ ഏവ ഭഗവാൻ, ഈ ഭഗവാൻ തന്നെ ഇതം ഈ ലോകത്തെ അഗ്രേ ആദിയിൽ സസർജഹ സൃഷ്ടിച്ചു. ലോകത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതാതിനെ നിലനിർത്തുവാൻ തക്ക സാമർഥ്യമുള്ള വസ്തുവിലല്ലേ സർവശാസ്ത്രങ്ങളും ചെന്ന് ചേരുന്നത്. എങ്ങനെ വാസുദേവ പരത്വം സിദ്ധിക്കുന്നുവെന്നുള്ള ശങ്കയെ 4 പദ്യങ്ങൾ കൊണ്ട് പരിഹരിക്കുന്നു. ജഗൽ സൃഷ്ട്യാദി ലീലകളെ നിർവഹിക്കുന്ന പരമതത്വം വാസുദേവൻ തന്നെയാണ് ഈ പദ്യങ്ങളുടെ സാരം. കാര്യകാരണഭാവത്തെ അവലംബിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും സത്വാദിഗുണ സമുദായ ആത്മികയുമായ തൻ്റെ മായ കൊണ്ട് ഗുണാതീതനും സർവവ്യാപിയുമായ ഭഗവാൻ വാസുദേവൻ ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി ശാന്തി.